ഹായ് ഫ്രണ്ട്സ്, ഐം ഷീന. വെൽക്കം ടു മൈ ചാനൽ. ഒരു ചിക്കൻ പിക്കിളിൻ്റെ റെസിപ്പിയാണിത്. ചിക്കൻ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രസ്റ്റ് പീസ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. മുറിച്ചെടുക്കാൻ എളുപ്പമാണ്. ചേരുവകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാൻ ഉരുളിയിലാണ് അച്ചാറുണ്ടാക്കിയത്. ഉരുളിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കൻ നന്നായി മൂപ്പിച്ച് വറുത്ത് കോരുക. അധികം ഉണങ്ങി പോകാനും പാടില്ല. വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റുക. കറിവേപ്പില കൂടി അവസാനം ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ വഴറ്റിയെടുക്കണം. പിന്നെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടെടുത്താലും മതി. അത് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടത് കാരണം ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൊത്തമായും ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് അതിൽ കിടന്ന് ഒന്ന് വേവണം. എല്ലാം നന്നായി പിടിച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വിനാഗിരി കൂടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അടുപ്പ് വെച്ച് മൂടാൻ പാടില്ല. വെള്ളം വീഴരുത്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ അച്ചാർ ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അച്ചാറിൻ്റെ മുകളിൽ ഒരു ലെയറിൽ കട്ടിക്ക് എണ്ണ മേലെ തെളിഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുക്കണം.